ഹായ്, ഞാൻ ഡോക്ടർ ദിനേശ്, സീനിയർ കൺസൾട്ടൻറ്റ്, നമസ്തേ ആയുർവേദ ഹോസ്പിറ്റൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആഹാരത്തിനെ പറ്റിയാണ്. ആഹാരമെന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്ന ത്രിസ്തൂണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഹാരം. നമ്മളെല്ലാവരും ദിവസം ശീലിക്കുന്ന സാധനമാണ് ആഹാരം. ഈ ആഹാരം എങ്ങനെയുള്ള ആഹാരം കഴിക്കണമെന്നുള്ള ആണ് നമുക്ക് ആദ്യം ആലോചിക്കുന്നത്. ഹിതവും മിതവുമായിട്ടുള്ള ആഹാരമാണ് എപ്പോഴും ഒരു വ്യക്തിക്ക് ഉത്തമമായിരിക്കുക. ഇതിൽ ഹിതം എന്താണ്, മിതം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാം. ഹിതത്തിനെ തന്നെ രണ്ടായി തരംതിരിക്കാം: മനസ്സിന് ഹിതമായിട്ടുള്ളതും ശരീരത്തിന് ഹിതമായിട്ടുള്ളതും. പൊതുവെ പറഞ്ഞാൽ മനസ്സിന് ഹിതമായിട്ടുള്ളതെല്ലാം ശരീരത്തിന് ഹിതമാകണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഹിതവും മിതവുമായിട്ടുള്ള ഒരു ആഹാരത്തെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ശീലിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി. അടുത്തത് പറയുന്നത് മിതമായിട്ടുള്ളതാണ്. മിതം എന്താണ്? മിതം എന്ന് വെച്ചാൽ അളവിനെ പറ്റി പറയാം. മിതം എന്ന് പറഞ്ഞാൽ സാമാന്യന് പറയാം. മിതമായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ദഹനപ്രക്രിയയെ ത്വരീകരിക്കാനും വളരെ എളുപ്പം കഴിക്കുന്ന ഭക്ഷണം ആഗിരണം ചെയ്യുവാനും സഹായകമാകും. മിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ സാമാന്യേന നമ്മൾ അളവിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കണം. വയറധികം നിറച്ച് കഴിക്കരുത്, എന്നാൽ വളരെ കുറച്ചും കഴിക്കരുത്. പൊതുവേ പറയുമ്പോൾ അരവയറ് അത്താഴം എന്ന് പറയുന്നത് കേൾക്കാം. നമ്മൾ സാമാന്യേന കേട്ടിട്ടുണ്ട്, മലയാളത്തിലെ ഒരു ചൊല്ലാണ്. അതുകൂടാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വയറിൻ്റെ അരഭാഗം നമ്മൾ സാമാന്യേന ഖരപദാർത്ഥത്തിലുള്ള ഭക്ഷണവും ബാക്കി കാൽഭാഗം ദ്രവാംശങ്ങളും പിന്നീടുള്ള കാൽഭാഗം ഒഴിവാക്കിയിടുകയാണ് ഏറ്റവും നല്ലത്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വായുസഞ്ചാരം കൂടുകയും ദഹനപ്രക്രിയ ത്വരിതപ്പെടുത്താനും ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു ശീലമാണ് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം. അതും ഒരു പഴഞ്ചൊല്ലാണ്. നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് നമ്മൾ നടക്കുക. അതിനിപ്പോൾ പുറത്തിറങ്ങി നടക്കണമെന്നൊന്നുമില്ല. സാമാന്യേന നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഭക്ഷണം കഴിഞ്ഞാൽ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നെഞ്ചിരിച്ചൽ, കുളിച്ചു തേട്ടൽ എന്നിവയൊക്കെ ഒഴിവാകാനും ആ ദഹനപ്രക്രിയ കുറച്ചും കൂടി ത്വരിതപ്പെടുത്താനും വളരെയധികം സഹായിക്കും.